CPM അതിന്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പുറത്തുവിട്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഫാസിസത്തെ കുറിച്ച് ഒരാന വിട്ടിത്തം അവർ വിളമ്പുന്നു. അവർ പറയുന്നത് ഇന്ത്യയിൽ ഇനിയും ഫാസിസം എത്തിയിട്ടില്ല എന്നും ഇപ്പോൾ ഉള്ളത് നവഫാസിസ്റ്റിക് പ്രവണതകളുള്ള ഒരു ഭരണകൂടം മാത്രമാണ് എന്നുമാണ്. വസ്തുതകളുമായി മുഖം തിരിഞ്ഞു നിൽക്കുന്ന, യാഥാർത്ഥ്യത്തോട് ഒട്ടും ചേർന്നു പോകാത്ത ഒരു രാഷ്ട്രീയ വിശകലനമാണ് CPM നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയും. നമുക്ക് CPMകാരുടെ അനുഭവത്തിലൂടെ തന്നെ ഇന്ത്യയിൽ ഫാസിസം എത്തിയോ എന്ന് ഒന്ന് പരിശോധിക്കാം. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് 35 ദിവസമാണ് കശ്മീരിൽ ആർട്ടിക്കിൾ 360 റദ്ദാക്കിയതിനു പിന്നാലെ വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നു. അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങേണ്ടി വന്നു ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിൽ പോയി അവരുടെ സ്വന്തം കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഒന്ന് എയിംസ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകാം. എന്നിട്ടും CPM പറയുന്നു ഇന്ത്യയിൽ ഫാസിസം ഇനിയും എത്തിയിട്ടില്ല എന്ന്. CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് 35 ദിവസമാണ് വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നതെങ്കിൽ കശ്മീരിലെ സാധാരണക്കാർക്ക് 2019 ആർട്ടിക്കിൾ 360 റദ്ദാക്കിയതിന് പിന്നാലെ ഏകദേശം 2021 പകുതി വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലുമില്ലാതെ ഒരു പൂർണ്ണമായ ലോക്ക്ഡൌണിൽ കഴിയേണ്ടി വന്നപ്പോഴും CPMന് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്ന്? CPMകാരനല്ലെങ്കിലും പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവച്ച മലയാളിയായ ക്രിസ്ത്യൻ വൈദികൻ ഫാദർ സ്റ്റാൻ സ്വാമി തീവ്രവാദ കേസ് ചുമത്തപ്പെട്ട് ജയിലിൽ കിടന്ന് മരിച്ചപ്പോഴും അദ്ദേഹം പാർക്കിൻസൺ രോഗിയാണെന്ന വിവരം കോടതിയെ അറിയിച്ചിട്ട് കോടതികൾ ജാമ്യം പോലും നൽകാത്തപ്പോഴും ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്നാണ് CPM പറയുന്നതെങ്കിൽ CPM അതിന്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്നത് ഏത് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണെന്ന് ചോദിക്കേണ്ടി വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ നടന്ന വംശഹത്യയിൽ പങ്കുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ 2018 മുതൽ കഴിഞ്ഞ 7 വർഷമായി ജയിലിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ട് എന്ന IPS ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ നോക്കിക്കൂടിയാണ് CPM നേതൃത്വം ഇന്ത്യയിൽ ഫാസിസം എത്തിയിട്ടില്ല എന്ന് പറയുന്നതെന്ന് അവർ മറന്നുപോകാൻ പാടില്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇക്കഴിഞ്ഞ 2024 നവംബർ 13 അതിന്റെ വിധി പ്രസ്താവത്തിലൂടെ തടഞ്ഞ ബുൾഡോസർ രാജ് ഇന്ത്യയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അത് 1.5 ലക്ഷത്തിലേറെ വീടുകൾ തകർത്തു കഴിഞ്ഞപ്പോഴും 7 ലക്ഷത്തിലേറെ മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഇന്ത്യയിൽ ഫാസിസം എത്തിയിട്ടില്ല എന്നാണ് CPM പറയുന്നതെങ്കിൽ CPM ഇന്ത്യയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയേണ്ടി വരും. യൂണിയൻ ഓഫീസുകളിൽ നിന്ന് ശീതീകരിച്ച മുറികളിലേക്ക് പതുക്കെ കുടിയേറിക്കൊണ്ടിരിക്കുന്ന നവ കമ്മ്യൂണിസ്റ്റുകൾക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ ഫാസിസം വന്നതായി ഇപ്പോഴും തോന്നുന്നുണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ 3ാമത്തെ ആഭ്യന്തര ശത്രുവാണ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെയും 2ാമത്തെയും ആഭ്യന്തര ശത്രുക്കൾക്ക് ഇന്ത്യയിൽ ഫാസിസം വന്നു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത് കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയുമ്പോഴേക്കും അത് ഏറെ വൈകിയേക്കും എന്നതാണ് യാഥാർത്ഥ്യം.